2022 ഇടതു സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് സബ്ജക്ട് കമ്മിറ്റിയിൽ താൻ എതിർപ്പ് രേഖപ്പെടുത്തിയില്ല എന്ന ആരോപണം തള്ളി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിയോജിപ്പ് രേഖാമൂലം അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സർക്കാരിന്റെ തീരുമാനം സദുദ്ദേശപരമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കത്തെ അന്നും ഇന്നും എതിർക്കുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുൻ LDF സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് സബ്ജക്ട് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ശക്തമായ വിയോജിപ്പ് രേഖാമൂലം അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ IT ഹബ്ബുകളിലെല്ലാം അവിടെ ടെക്നോ പാർക്ക് അടക്കം കേരളത്തിലെ എല്ലാ IT ഹബ്ബുകളിലെല്ലാം ഈ ബാർ തുടങ്ങുന്നതിനുള്ള നടപടിയായിരുന്നു. അത് സാധ്യമല്ല എന്നൊരു നിലപാട് അന്നും എടുത്തു, ഇന്നും എടുത്തു, എന്നും നമ്മൾ ആ നിലപാടിൽ തന്നെയാണ്. അതിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പം ഈ ചർച്ച എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. എല്ലാം മൊത്തം കത്തിയപ്പോൾ ഒന്നുകൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി ആരെങ്കിലും തട്ടിയതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് പ്രചരണത്തിൻ്റെ കേന്ദ്രം ഏതാണെന്ന് ആലോചിച്ചാൽ മതിയല്ലോ. എന്നാൽ സർക്കാരിന്റെ തീരുമാനം സദുദ്ദേശപരമാണ് എന്നും പ്രതിപക്ഷം ദുരുദ്ദേശത്തോടുകൂടി കാണുന്നത് ദൗർഭാഗ്യകരമാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബില്ല് പാസ്സായാൽ നടപ്പാക്കുന്ന കാര്യത്തിൽ UDFുമായി ആലോചിക്കുമെന്നും വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചതെന്നും വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ എന്നും മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് അത് വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള ഹാനി കൂടാതെയുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് സർക്കാർ ഉദ്ദേശം സദുദ്ദേശപരമാണ്. അതിനെ പ്രതിപക്ഷം ദുരുദ്ദേശത്തിൽ കാണുന്നത് ദൗർഭാഗ്യകരമാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിൽ പ്രതിപക്ഷത്തിൽ നിന്ന് മാത്രമല്ല പാർട്ടിയിലും മുന്നണിയിലും മുഖ്യമന്ത്രി കടുത്ത എതിർപ്പാണ് നേരിടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.